ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. മുട്ടപ്പൊതി എന്ന് പറയാം. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ. ഈ ഒരു മുട്ടപ്പൊതിയുടെ പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്കിന്നാണ്. സ്കിൻ തന്നെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ മാവാണ് സെറ്റാക്കി എടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് മൈദ മാവാണ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് മാവിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഗോതമ്പ് മാവിനേക്കാളും ടേസ്റ്റും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതും ഈ ഒരു മൈദ മാവിലാണ്. അതുകൊണ്ടാണ് ഞാൻ മൈദ മാവ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മാവൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു സോഡാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒരു പകുതി ഭാഗം മാത്രം ആദ്യം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു അരക്കപ്പ് അളവിൽ തന്നെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരുവം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ വെള്ളം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം. ഈ മാവ് എത്രത്തോളം കുഴച്ചിട്ടെടുക്കുന്നോ അത്രയും നന്നായിരിക്കും. നിങ്ങൾക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പരന്ന ബോർഡിലേക്ക് ഇട്ടിട്ടോ എങ്ങനെ വേണമെങ്കിലും കുഴച്ചിട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 സബോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുഴഞ്ഞു വരുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ആ ഒരു സമയം കൊണ്ട് നമ്മൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് കുഴച്ച് വെച്ചിരുന്ന ആ ഒരു മാവ് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് കയ്യിൽ ഇതുപോലെ ഒന്ന് ബോൾസാക്കി എടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു പരന്ന ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുക്കണം. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഈ ഒരു പരന്ന ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുക്കുക, ചെറിയ ബോൾസ് ആക്കുക. എന്നിട്ട് നമുക്ക് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാറ്റാം. അങ്ങനെ ഞാനിവിടെ എല്ലാം മാറ്റിയിട്ടുണ്ട്. ആ ഒരു പാത്രത്തിൽ തന്നെ ഇനി ബട്ടർ ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബട്ടർ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കൈകൊണ്ട് ഈ ബട്ടർ നല്ല പോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3 എണ്ണമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ച് ബട്ടർ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്കിതിലേക്ക് പരത്തി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇട്ട് കൊടുക്കാം. വീണ്ടും 3 എണ്ണം ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ബട്ടർ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് 2 മാവും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കും കൂടെ കുറച്ച് ബട്ടർ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 30 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞ് പോലൊരു മാവ് റെഡിയായി കിട്ടുന്നത്. ഇനി നമുക്ക് ഉള്ളി വഴറ്റാനായിട്ട് വെച്ചിരുന്നത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഗരം മസാലപ്പൊടി, ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 2-3 മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ആ ഒരു പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഒന്നുകൂടി കുഴഞ്ഞു കിട്ടും. നമ്മുടെ ഈ ഒരു പലഹാരം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു ഫില്ലിങ്സും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. അതിനാണ് ഇത്രയും നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ്. ഞാനിവിടെ കുക്കറിലിട്ട് 4 ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മസാലയിലേക്ക് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ കിഴങ്ങും മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരാനും ആ ഒരു ടേസ്റ്റൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടാനൊക്കെ വേണ്ടിയിട്ട്
ഞാനിത് 1 മിനിറ്റും കൂടെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സിനായിട്ടുള്ള നല്ലൊരു മസാലക്കൂട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ആ ഒരു മാവ് എന്തായെന്ന് നോക്കാം. ഈ മാവ് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇതുപോലെ മാവ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നന്നായിട്ട് വലിഞ്ഞു വരും, അത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഈ മാവ് നമ്മളൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു ബട്ടറോട് കൂടി തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തണം. നല്ല നൈസായിട്ടിരിക്കുകയാണ്, പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഈ ഒരു സ്നാക്സിന് പ്രത്യേകിച്ച് ഷേപ്പോ ആകൃതിയോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ മുട്ടപ്പൊതി എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം മാവ് നല്ല സോഫ്റ്റ് ആക്കുന്നോ അത്രയും സോഫ്റ്റ് ആക്കി എടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയിൽ നിന്ന് ഇതിലേക്ക് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം അതും കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു മുട്ട പുഴുങ്ങിയത് എടുത്തിട്ട് അതിൻ്റെ പകുതിയാക്കിയതിന് ശേഷം ആ ഒരു പകുതി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ആ മാവ് ചുറ്റിനും നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക. പൊതിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ ഒരറ്റ ഭാഗം ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചതുപോലെ ഒന്ന് ബോൾസാക്കി എടുത്തതിന് ശേഷം വീണ്ടും കൈ കൊണ്ടൊന്ന് പരത്തി ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്ക് നമ്മുടെ അടിപൊളി ഒരു മുട്ടപ്പൊതി റെഡിയായി കിട്ടി. ഇനി ഇവിടെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു ബട്ടറോട് കൂടി തന്നെ മാവ് ഇവിടെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു ഫില്ലിങ്സും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം അതും ഒന്ന് പരത്തി കൊടുത്തിട്ട് പകുതി മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മാവ് പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കൈ വെച്ചിട്ട്. ഉള്ളിലുള്ള ആ ഒരു മസാല വരെ പുറത്തോട്ട് കാണാൻ പറ്റും ആ ഒരു മാവിന് പുറത്തൂടെ. അത്രയും നൈസായിട്ടാണ് നമ്മുടെ മാവ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആ ഒരു ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇത് മുഴുവനായിട്ടും വേവിച്ചെടുക്കണം, എങ്കിലേ എല്ലാം ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. അതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് താഴത്തെ ഭാഗം മാത്രം മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രമേ എണ്ണ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇത് ഫുള്ളായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടി ഉള്ളിലുള്ള ഫില്ലിങ്സ് എല്ലാം പുറത്തു പോകും. ഇപ്പോൾ ഞാനിതെല്ലാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തു മാറ്റാം. ഇതിൻ്റെയൊക്കെ ആ ഒരു സ്കിൻ ഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ പലഹാരം റെഡിയായി കിട്ടിയിട്ടുള്ളതെന്ന്. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മുട്ടപ്പൊതി റെസിപ്പി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റിയാണ്. ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.